പറഞ്ഞോപ്പാ. എന്തിനിത്ര ഉറക്കെ സംസാരിക്കുന്നത്? കുറച്ച് പതിയെ സംസാരിക്കേ. പതുക്കെ സംസാരിക്കാൻ. ആ, ഇങ്ങനെ സംസാരിച്ച അപ്പറി കേൾക്കാൻ പറ്റുമോ? കുറച്ചുകൂടെ പതി. ഇങ്ങനെ സംസാരിച്ച് കേൾക്കാമോ? മതി, ഇങ്ങനെ മതി. നമുക്കൊരു ഡ്രൈവ് പോവാം. ആ, നമുക്കൊരു ഡ്രൈവ് പോവാം. ഇപ്പോഴോ? ആ, പോ. എടാ മോനെ, ഞാൻ പറയുന്നത് എടാ, അമ്മ പറയുന്നതേ നീ ഈ ജോലി രാജിവെക്കാനാ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ. അതാണ് അവൾക്ക് സന്തോഷം. അവൾക്ക് മാത്രമല്ല, എനിക്കും. നീ ഇവിടെ ഉള്ളപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിനൊരു ധൈര്യം. പോയി കഴിഞ്ഞാൽ അല്ല, അമ്മയും കുറ്റം പറയാൻ പറ്റില്ല. നീ ഓരോ തവണയും ഇവിടുന്ന് പോകുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ആരും അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. രാത്രി നിൻ്റെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ തീയ. അതുകൊണ്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. നിനക്കിവിടെ നിന്നൂടെ? എന്താ നിൻ്റെ തീരുമാനം? അപ്പോൾ എനിക്ക് എടാ, ഇതൊക്കെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞതാ. ഇനി നിൻ്റെ തീരുമാനം എന്തായാലും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, എനിക്ക് എൻ്റെ ആ പഴയ ജോണിനെ തിരിച്ചു വേണം. എടാ, നിന്നോട് അടി കൂടാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലടാ. നീ പോയിട്ട് ധൈര്യമായിട്ട് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യും. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കേട്ടോ മോനെ? എന്താടാ പറ. അപ്പം കുറെ കൊല്ലത്തിന് ശേഷം മോനെ എന്ന് വിളിക്കണേ. വാ. ആർ യു ഓക്കെ ജോൺ? സാർ, ഇന്ന് ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറുകയാണ്. എന്തിനാണ് ഇത്ര ധൃതി? സാർ, ജോൺ, എന്തിനാണ് ഇത്ര ധൃതി? സാറിൻ്റെ കൺസേൺ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എനിക്ക് അന്വേഷിക്കണം സാർ. ഒരുപക്ഷെ ഞാൻ അന്വേഷിക്കാൻ പോകുന്ന അവസാനത്തെ കേസായിരിക്കും ഇത്. അല്ല, ജോണിനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് സാർ. പക്ഷേ അത് ഈ കേസിനെ ബാധിക്കില്ല. ബിലീവ് മീ. മീഡിയക്കാരുടെ വായടപ്പിക്കാനായിട്ട് ഞാൻ 2 ആഴ്ചത്തെ സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ നമുക്ക് ഈ കേസിന്റെ എന്തെങ്കിലും ഹിന്റ് കണ്ടുപിടിച്ചേ പറ്റൂ. ഗോ ഹെഡ്. താങ്ക് യു സാർ.